الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الله هو الرزاق ذو القوة المتين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും ജീവിതത്തിൽ പകർത്തി ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്ഭുതങ്ങളുടെ കലവറയായ ഈ പ്രപഞ്ചത്തിലെ ജീവവസ്തുക്കളുടെ നിലനിൽപ്പ് അവരുടെ ആഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ ആഹാരം തേടുന്നതിൻ്റെ മാർഗങ്ങളിൽ ഓരോ ജീവിയും അവയുടേതായ വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹു റിസ്ഖ് കണക്കാക്കിയിട്ടല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല എന്നാണ്. പിന്നീട് സാധാരണ പലരും ചോദിക്കുമെങ്കിൽ ലോകത്ത് എന്തുകൊണ്ട് പട്ടിണി ഉണ്ടാകുന്നു എന്നത്. അത് വിഭവങ്ങൾ ഒരു വിഭാഗം ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് സക്കാത്തിലൂടെ സ്വതക്കയിലൂടെ അത്തരം സംവിധാനങ്ങളിലൂടെ പരിശുദ്ധ ഇസ്ലാം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും ലോകത്തുള്ള സകല വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവയുടെ റാസിഖ്, അവയ്ക്ക് വിഭവങ്ങൾ നൽകുന്നവൻ, ഭക്ഷണം ഒരുക്കുന്നവൻ റഹ്മാനായ റബ്ബാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആഹാരം എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ജീവസന്ധാരണത്തിൻ്റെ വഴികൾ അന്വേഷിച്ചാണ് മനുഷ്യൻ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അത് ഏറ്റവും ഉത്തമമായ വിധത്തിലാകണമെന്നത് ഓരോരുത്തരുടെയും താല്പര്യമാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ആഖിറവും പ്രാധാന്യമുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾ അവരെപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കുക റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന എന്നായിരിക്കുമെന്ന് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അവർക്ക് പരലോകത്തിൽ ഒരു വിഹിതവും ഉണ്ടാകില്ല എന്നാണ് അല്ലാഹു തുടർന്ന് പഠിപ്പിക്കുന്നത്. എന്നാൽ വമിൻഹും മൻ യഖൂലൂൻ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. യഥാർത്ഥ സത്യവിശ്വാസികൾ എപ്പോഴും ഇഹത്തിൽ ഞങ്ങൾക്ക് നന്മ നൽകണമേ, പരലോകത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണമേ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കുമെന്നതാണ്. ഇഹത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതിൽ നമ്മുടെ ഉപജീവനം എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമ്മെ പരിശുദ്ധ ദീൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നാം ഏവരും തന്നെ ജീവസന്ധാരണത്തിന്റെ വഴികളിൽ പലപ്പോഴും പ്രയാസപ്പെടുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്. ജീവിതത്തിലെ ദുരിതങ്ങൾ, അതിൻ്റെ നീർക്കയങ്ങൾ താണ്ടേണ്ടി വരുന്ന ആളുകളാണ്. പലപ്പോഴും യഥാർത്ഥ വിധത്തിൽ വിശ്വാസം ഉൾക്കൊള്ളാത്തത് കൊണ്ട് ആ വഴിയിൽ നിരാശയും പലരെയും പിടികൂടാറുണ്ട്. എന്തുകൊണ്ട് എൻ്റെ അവസ്ഥ ഇങ്ങനെ, എന്തുകൊണ്ട് എൻ്റെ പ്രയാസങ്ങൾ നീങ്ങുന്നില്ല? ഇവിടെ ചില ആത്മപരിശോധനകൾ ആവശ്യമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ ഉപജീവനവുമായി ബന്ധപ്പെട്ട്, റിസ്ഖിന്റെ വിശാലതയുമായി ബന്ധപ്പെട്ട് 10ഓളം വിഷയങ്ങൾ, അതിലുപരിയുണ്ട് പ്രധാനമായി 10ഓളം വിഷയങ്ങൾ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന്
കാണാൻ സാധിക്കും. എങ്ങനെ വിശാലമായ ഒരു ഉപജീവനത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ തുറന്നിടപ്പെടും, ആ കാര്യത്തിൽ എങ്ങനെ സന്തോഷകരമായ ഒരു അവസ്ഥ നമുക്ക് വന്നു ചേരും. അതിൽ ഏറ്റവും പ്രധാനം പരിശുദ്ധ ദീന് പഠിപ്പിക്കുന്നത് തന്റെ പാപങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പാപമോചന പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്നതാണ്. മുമ്പ് പലപ്പോഴും ഇവിടെ വിശദീകരിച്ചതാണ് സൂറത്ത് നൂഹിലെ വചനം, ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, പാപമോചന പ്രാർത്ഥന വർദ്ധിപ്പിക്കുക, എങ്കിൽ നിങ്ങൾക്ക് നല്ല മഴ ലഭിക്കും, നല്ല മക്കളെ നൽകിയും സമ്പത്ത് നൽകിയും അള്ളാഹു നിങ്ങളെ ശക്തിപ്പെടുത്തുമെന്നത്. അപ്പോ റിസ്കിന്റെ വിശാലതയിൽ ഉപജീവന മാർഗം വിശാലമായി തീരുന്നിടത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും പാപമോചന പ്രാർത്ഥന ഉണ്ടാവുക എന്നത് അനിവാര്യമായ കാര്യമായിട്ടാണ് പരിശുദ്ധ ദീൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഈ ആയത്ത് പ്രത്യേകിച്ച് വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഇബ്നു കഥീറിൽ നമുക്ക് കാണാൻ സാധിക്കും, പടച്ച തമ്പുരാൻ മനുഷ്യന്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിന്റെ നേരെ ഉയരുന്ന തൗബയാണ് ഈ കാര്യത്തിൽ അള്ളാഹുവിന്റെ സഹായത്തിന് കാരണമായി തീരുന്നത് എന്നുള്ളതാണ്. സൂറത്ത് ഹൂദ് 52-ാമത്തെ ആയത്തിലും വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും വലാ തതവല്ലൂ മുജ്രിമീൻ. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ എടുത്തു പറയുന്ന, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന സൂറത്ത് ഹൂദ്. ശയ്യബതുനി അൽ ഹൂദ്, എനിക്ക് നരബാധിച്ചത് സൂറത്ത് ഹൂദ് കാരണമാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ച പൂർവിക സമൂഹങ്ങളിലേക്ക് അവരുടെ ധിക്കാരം കാരണം അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങിയതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമായ സൂറത്ത് ഹൂദിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനോടുള്ള പാപമോചനം അധികരിപ്പിക്കണം, തൗബ ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിൽ നിങ്ങൾക്ക് മഴ ലഭിക്കും, നിങ്ങൾക്ക് ലഭിച്ച ശക്തിയേക്കാൾ ഉപരി ശക്തി അള്ളാഹു നൽകും. പക്ഷേ നിങ്ങൾ ഒരിക്കലും കുറ്റവാളികളായിട്ട് പിന്തിരിഞ്ഞു കളയരുത് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, ജീവിത വഴികൾ തുറന്നു കിട്ടാൻ, ഭൗതിക ലോകത്ത് വിഭവങ്ങൾ ലഭിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനമായ മറ്റൊന്ന് തഖ്വയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആര് അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്നുവോ അവന്റെ മുമ്പിൽ തീർച്ചയായും അള്ളാഹു തുറവി നൽകും, ഒരു മഖ്റജ്, ഏത് പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്ന് മാത്രമല്ല വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, സങ്കല്പിക്കാൻ കഴിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു റിസ്ക് നൽകും. വലിയൊരു ബുദ്ധിമുട്ടാണ് എന്നവൻ പലപ്പോഴും കരുതും, പക്ഷെ പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം അവന്റെ മുമ്പിൽ തുറന്നു കിട്ടും. എപ്പോൾ തഖ്വ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ, സാമ്പത്തിക ഇടപാട് ശ്രദ്ധിച്ചാൽ, ലൈംഗിക ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചാൽ, പെരുമാറ്റങ്ങളിൽ ശ്രദ്ധിച്ചാൽ, വിശ്വാസരംഗത്ത് ഹൃദയത്തിന്റെ ദൃഢീകരണം, ഈമാനിന്റെ ശക്തിയും കരുത്തും നേടിയെടുത്ത് തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രതിസന്ധികളെ മല പോലെ വരുന്നതിനെ മഞ്ഞുപോലെ അലിഞ്ഞില്ലാതാക്കുന്ന അനുഭവങ്ങൾ അള്ളാഹു നൽകുമെന്നാണ് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തേത് തവക്കുലാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ഏതൊരാൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നുവോ അവന് റബ്ബ് മതി. ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. അള്ളാഹുവാണ് അവന്റെ എല്ലാ കാര്യങ്ങളെയും പൂർത്തീകരിക്കുന്നത്. റബ്ബ് എല്ലാ കാര്യത്തിനും ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ കണക്ക് വളരെ കൃത്യമാണ്. ജീവിത അനുഭവങ്ങളിലൂടെ പലപ്പോഴും ആ പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ സങ്കല്പിക്കുന്ന പോലെയല്ല, നമ്മൾ കണക്കാക്കുന്ന പോലെയല്ല. അത്ഭുതകരമായ വിധത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഏതൊരു സഹോദരനെ നശിപ്പിക്കാൻ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ ആഗ്രഹിച്ചുവോ ആ സഹോദരന്റെ മുമ്പിൽ അതേ സഹോദരന്മാരെ കൊണ്ട് പടച്ച തമ്പുരാൻ സുജൂദ് ചെയ്യിച്ചു. ഈ കാര്യം പറയുന്ന കൂട്ടത്തിലാണ് പടച്ച തമ്പുരാൻ പ്രധാനമായി ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. അള്ളാഹുവിന് എല്ലാ കാര്യത്തിലും ഒരു കണക്കുണ്ട്. അതുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കി നിങ്ങൾ ജീവിച്ചാൽ ഒപ്പിച്ചു കിട്ടേണ്ടതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് ഒപ്പിച്ചു തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് വിശദീകരണം നൽകി. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടുന്ന വിധത്തിൽ നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ
കൽപ്പിച്ചാൽ ലറുസിഖതും കമാ യുർസഖു ത്വയ്ർ, പക്ഷികൾക്ക് അല്ലാഹു ഭക്ഷണം നൽകുന്ന പോലെ നിങ്ങൾക്ക് അവൻ ഭക്ഷണം നൽകും. തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന, രാവിലെ ഒഴിഞ്ഞ വയറുമായി കൂട്ടിൽ നിന്ന് പാറിപ്പോവുകയും വൈകുന്നേരം നിറഞ്ഞ വയറുമായി കൂട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ആ പക്ഷികൾക്ക് വിഭവം നൽകുന്ന പോലെ അത്ഭുതകരമായ രൂപത്തിൽ നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ ജീവിത ഉപാധികളുടെ വഴി തുറന്നു തരുമെന്നാണ് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നത്. നാലാമത്തേത് ശുക്റാണ്, നന്ദിബോധം. ആ നന്ദിബോധം നമ്മിൽ എത്രത്തോളം ഉണ്ടോ അത്ര കൂടുതൽ റിസ്ക് നൽകി, വിഭവങ്ങൾ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അധികം തരും. എന്നാൽ നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ എന്റെ ശിക്ഷ കഠിനമാണ് എന്നതോർക്കണം. ഹംദ് പറയുന്ന ഒരു മനസ്സിന്റെ ഉടമയാകണം. എപ്പോഴും അൽഹംദുലില്ലാ, ഇതെനിക്ക് നൽകിയ നാഥൻ എത്ര വലുതാണ്, ഇത് കിട്ടാതെ കഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്, ജീവിതത്തിന്റെ വിവിധ വഴികളിൽ പ്രയാസപ്പെടുന്ന 10,000-ങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴും അള്ളാഹു എനിക്ക് നല്ല ജോലി തന്നു, റബ്ബ് എനിക്ക് നല്ല വാഹനം തന്നു, റബ്ബ് എനിക്ക് സ്നേഹമുള്ള ഇണയെ തന്നു, റബ്ബ് എനിക്ക് കൺകുളിർമയാകുന്ന മക്കളെ തന്നു. പടച്ച തമ്പുരാൻ എന്റെ മുമ്പിൽ നന്മയുടെ വഴികൾ ഒരുപാട് തുറന്നിട്ടു. പക്ഷെ ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്കും പലപ്പോഴും നമ്മൾ അതേ റബ്ബിനെ കുറ്റപ്പെടുത്തുന്ന മാനസികാവസ്ഥയുള്ളവരാകുന്നു. എത്ര പ്രയാസങ്ങൾ ഞാൻ സഹിച്ചു, എത്ര ഞാൻ ദുആ ചെയ്തു, പക്ഷേ എന്റെ ബുദ്ധിമുട്ടൊന്നും നീങ്ങുന്നില്ലല്ലോ എന്നുള്ളത്. പ്രത്യേകിച്ചും മലയാളികൾ ഈ സ്വഭാവമുള്ളവരാ. പലപ്പോഴും ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷുകാരനോട് ഏതൊരവസ്ഥയിൽ ഹവായു എന്ന് ചോദിച്ചാൽ ഫൈൻ എന്നേ പറയൂ, അറബിയോട് ഏതൊരവസ്ഥയിലും കൈഫാലുക്ക എന്ന് ചോദിച്ചാൽ സൈൻ എന്നേ പറയുള്ളൂ, ത്വയ്യിബ് എന്നേ പറയുള്ളൂ. മഞ്ചേരിയിലെ വലിയൊരു പണക്കാരനോട് കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞ് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക, എന്തൊക്കെ അവസ്ഥ, എന്തായിരിക്കും മറുപടി? എന്ത് പറയാനാ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒന്ന് മെച്ചപ്പെടും ബിസിനസ് എന്ന് വിചാരിച്ചു, ആ ടൈറ്റ് നീങ്ങിയിട്ടില്ല. അതിന് മുമ്പ് എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ഇലക്ഷൻ അടുത്തോണ്ട് ഇപ്പോൾ ഒരു മൂവ്മെന്റും ഇല്ല. അതിന് മുമ്പ് നമ്മളെന്താ പറഞ്ഞത്? കൊറോണ ആയതുകൊണ്ട് ഇപ്പോഴും ഒന്നും ശരിയായിട്ടില്ല. അതിന് മുമ്പ് നമ്മളെന്താ പറഞ്ഞത്? അന്നും കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നെങ്കിലും ഒന്ന് അൽഹംദുലില്ലാ സന്തോഷമായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സ്വഭാവം മലയാളികളായ നമുക്കുണ്ടോ? ഇല്ല. അല്ലാഹ് പറയുന്നു ലഇൻ ശകർതും ലഅസീദന്നകും, ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും അൽഹംദുലില്ലാ പറയുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു? സ്വന്തം മനസ്സിനോട് നമ്മൾ ചോദിക്കുക, കിട്ടിയതിന് ഹംദ് പറയുന്ന ഒരു മാനസികാവസ്ഥ, സംതൃപ്തമാകുന്ന ഒരു മനസ്സിന്റെ ഉടമയാകാൻ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അൽ ഗിനൻ നഫ്സ്, യഥാർത്ഥമായ ഐശ്വര്യം എന്നത് മാനസിക ഐശ്വര്യമാണ്. ചട്ടക്കുടിലോ കട്ടപ്പുരയിലോ താമസിക്കുമ്പോഴും ഇണയുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രത്തിലാണെങ്കിലും മുന്നിൽ വെച്ചിരിക്കുന്ന ഭക്ഷണത്തെ നോക്കി അൽഹംദുലില്ലാ പറയാൻ സാധിക്കുന്ന ഒരു മനസ്സ്. സഹാബത്തിനത് കഴിഞ്ഞിരുന്നു. അള്ളാഹു അവരെ ലോകത്തിന്റെ മാതൃകയാക്കി വളർത്തി. എന്നാൽ എന്ത് കിട്ടിയാലും 10 കിട്ടിയാൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നു പറഞ്ഞ പോലെ എത്ര കിട്ടിയാലും മതിവരാത്തൊരു മനസ്സിന്റെ ഉടമകളാണ് നമ്മളെങ്കിൽ നമ്മുടെ റിസ്കിൽ നമുക്ക് വിശാലത ലഭിക്കില്ല. ഉപജീവനത്തിന്റെ വഴികൾ നമുക്ക് പ്രയാസമുള്ളതായി തീരും. 5-ാമത്തേത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കുക എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെ കാണാം, ഇന്നല്ലാഹ തആല യഖൂൽ യബ്ന ആദം തഫറഗ് ലിഇബാദതി അംലഉ സദ്റക ഗിനൻ വഅസുദ്ദ ഫഖറക. എന്റെ അടിമേ, മനുഷ്യ എന്ന് വിളിച്ചിട്ട് അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്, നീ ഇബാദത്തുകളിൽ മുഴുകണം, നീ സൽക്കർമ്മങ്ങളിൽ മുഴുകണം, എങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറക്കും, ദാരിദ്ര്യത്തെ നിന്നിൽ നിന്ന് അകറ്റുകയും ചെയ്യും. തുടർന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹ് പറഞ്ഞതായിട്ട്, വഇല്ലാ തഫഅൽ മലതു യദൈക ശുഗ്ലൻ വലം അസുദ്ദ ഫഖറക. ഇല്ലെങ്കിലോ എന്നും നിനക്ക് അധ്വാനായിരിക്കും, എന്നാ ദാരിദ്ര്യം നിന്റെ മുന്നിൽ നിന്ന് മാറിയില്ല. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, എപ്പോഴും നായ്പായ്ച്ചിൽ എന്ന് പറഞ്ഞ മാതിരി ഓട്ടാണ്, ഒന്നിനൊരു സമയമല്ല. പക്ഷെ ബർക്കത്തുണ്ടോ അതിട്ടുള്ളതാണ്. അധ്വാനവും പരിശ്രമമായിട്ട് അങ്ങനെ നീങ്ങുന്നുണ്ട്. ജമാഅത്തിന് പോലും അവനെ പള്ളി കാണുന്നില്ല, കാരണം അവൻ അധ്വാനത്തിന്റെ വഴിയില്ല. എന്നാൽ എപ്പോഴെങ്കിലും ഒരു സംതൃപ്തിയുള്ള അവസ്ഥ ഉണ്ടോ? ഉണ്ടാകൂല എന്നാണ് അള്ളാഹ് പഠിപ്പിച്ച കാര്യം. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഇബാദത്തുകളിൽ മുഴുകുന്ന, സൽക്കർമ്മങ്ങളിൽ മുഴുകുന്ന, നന്മകൾ അധികരിപ്പിക്കുന്ന സ്വഭാവം നിനക്കുണ്ടോ, നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഉണ്ടാകും, ദാരിദ്ര്യം അള്ളാഹു നീക്കും. അതല്ല എങ്കിൽ നിന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല,
എന്നും കൺമുമ്പിൽ ദാരിദ്ര്യത്തെ നിലനിർത്തുകയും ചെയ്യുമെന്നുള്ളത് പടച്ച തമ്പുരാന്റെ വാക്കാണ്. ആറാമത്തൊരു കാര്യം പരിപാവനമായ കുടുംബ ബന്ധമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അർറഹ്മു മുഅല്ലഖതും ബിൽ അർശ്, അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട ഒന്നാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. മാതാപിതാക്കളിലൂടെ തുടർന്നു വരുന്ന ബന്ധം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശുദ്ധമാണ്, പരിപാവനമാണ്. നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിലായിരിക്കും പലപ്പോഴും നമ്മളത് അറുത്ത് മാറ്റിയിട്ടുള്ളത്. ഒരേ പായൽ കിടന്നുറങ്ങിയ, ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ജ്യേഷ്ഠനും അനുജനും ഉപ്പ മരിച്ചപ്പോ സ്വത്ത് വീതിച്ചപ്പോ തെറ്റിപ്പിരിഞ്ഞതാണ്. പരസ്പരം മുഖത്തു നോക്കാത്തവരായി, പരസ്പരം മിണ്ടാത്തവരായി, ആ നിലക്ക് പരിശുദ്ധമായ കുടുംബ ബന്ധത്തെ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേരിൽ അറുത്തുമാറ്റുന്ന ആളുകൾ വമൻ വസലഹ വസലഹുല്ലാഹ്. അർശുമായി ബന്ധപ്പെട്ടതാണ് കുടുംബ ബന്ധം. അതുകൊണ്ട് അത് ചേർത്തവൻ റബ്ബിനോടുള്ള ബന്ധം ചേർത്തവനാണ്. വമൻ ഖതഅഹ ഖതഅഹുല്ലാഹ്. ആ ബന്ധം മുറിച്ചു കളഞ്ഞവൻ അള്ളാഹുവിനോടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ശർറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖി ഔ യുൻസഅ ലഹു ഫീ അഥരി ഫൽയസിൽ റഹിമ. ആയുർ ദൈർഘ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവനും ഉപജീവനത്തിൽ വിശാലത ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനും കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. അത് രണ്ടിനും സഹായകമാകും എന്നർത്ഥം. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, തഅല്ലമു മിൻ അൻസാബിക്കും മാ തസിലൂന ബിഹി അർഹാമക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും കുടുംബ ബന്ധത്തിന്റെ ആ ശൃംഖലയുണ്ടല്ലോ, അത് പഠിച്ചു മനസ്സിലാക്കണം. ബാപ്പാനോട് ചോദിക്കണം ബാപ്പാന്റെ കുടുംബത്തിന്റെ ചരിത്രം, ഉമ്മയോട് ചോദിച്ചു മനസ്സിലാക്കണം ഉമ്മയുടെ കുടുംബത്തിന്റെ ചരിത്രം. ഇന്നത്തെ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഫാമിലി ഗ്രൂപ്പുകളൊക്കെ സജീവമാണ്. അങ്ങനെ സജീവമാക്കുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് അത് കേവലം ഭൗതികാസ്വാദനത്തിന്റെ ടൂറ് പോകാൻ, വണ്ടി വിളിച്ച് ടൂറ് പോകാനുള്ളത് മാത്രമായി തീരാൻ പാടില്ല. ഇസ്ലാമികമാക്കിയ ബന്ധങ്ങളെ മാറ്റാൻ സാധിക്കണം. അവിടെ പട്ടിണി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അത് ഉപയോഗപ്പെടുത്തണം ആ സോഷ്യൽ ഗ്രൂപ്പുകൾ. അതേ പ്രകാരം വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന മക്കൾ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ സ്കോളർഷിപ്പിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ദീനീ കാര്യത്തിൽ തെറിച്ചുപോയ യുക്തിവാദത്തിന് അടിമപ്പെട്ട ആളുകൾ ആ കുടുംബത്തിന്റെ ഫാമിലി ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവരെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ആ കൂട്ടായ്മ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ മാതാപിതാക്കളുടെ കഴിഞ്ഞകാല പരമ്പരകളെ നിങ്ങൾ അറിയണം, പഠിക്കണം. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫഇന്ന സിലത്തുർ റഹിമി മഹബ്ബത്തും ഫിൽ അഹ്ലി മസ്റാത്തും ഫിൽ മാലി മൻസഅത്തും ഫിൽ അസർ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം എന്തൊക്കെയാ? കുടുംബത്തിൽ സ്നേഹം നിലനിൽക്കും, പരസ്പരമുള്ള ബന്ധം, സ്നേഹബന്ധം ശക്തിപ്പെടും. അതോടൊപ്പം സമ്പത്തിൽ വർധനവുണ്ടാകും, നിങ്ങൾക്ക് ആയുർ ദൈർഘ്യം ലഭിക്കും. മുഹദ്ദിസുകളിൽ ചിലർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഉള്ള ആയുസ്സിലെ ദൈർഘ്യം ലഭിക്കുക എന്നതിലുപരി ഉള്ള ആയുസ് അതിന്റെ പല മടങ്ങ് ഫലപ്രാപ്തിയുള്ളതാവുക എന്നതാണ് അതുകൊണ്ടുള്ള വിവക്ഷ. 50 കൊല്ലം അയാൾ ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ 100 കൊല്ലം ജീവിച്ച മേനി, 100 കൊല്ലം കൊണ്ട് ചെയ്യാവുന്ന നന്മകൾ 50 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്തു. അങ്ങനെ പലരും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു പോയിട്ടുണ്ടല്ലോ. അത് കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ ഉണ്ടായിത്തീരും. അപ്പൊ ഉപജീവനത്തിന്റെ വിശാലതയിൽ അള്ളാഹുവിന്റെ ഔദാര്യം ലഭിക്കുന്നതിൽ അത് സഹായകമായ കാര്യമാണ്. ഏഴാമത്തെ പ്രധാനമായ മറ്റൊരു വിഷയം റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള സന്നദ്ധതയാണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അതിന് അല്ലാഹ് പകരം തരും. അവനാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. അതുകൊണ്ട് കൊടുത്താൽ തീർന്നുപോയി, കൊടുത്താൽ നശിച്ചുപോയി എന്ന മറ്റു പല ആശയങ്ങളുടെ ഉടമകളുടെയും മനസ്സിലുള്ള ചിന്ത വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. കൊടുത്തതിന്റെ പല മടങ്ങ് എനിക്ക് തിരിച്ചു കിട്ടുമെന്നതാണ് അവൻ ഉൾക്കൊള്ളേണ്ടത്. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖർ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻ വഫളൻ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തു ബഖറയിലൂടെ അല്ലാഹു പഠിപ്പിക്കുക, പിശാച് എപ്പോഴും നിങ്ങളെ ഭയപ്പെടുത്തുക ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട്. എനിക്ക് 3 പെൺമക്കളല്ലേ, അതുകൊണ്ട് കുറേശ്ശെ മതി, കുറച്ചൊക്കെ ഇപ്പത്തെ സമ്പാദിച്ചു തുടങ്ങിയെങ്കിലേ ആ പ്രായത്തിലേക്ക് എത്തുമ്പോൾ നിനക്ക് നല്ല ആൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഉളുഹിയത്തിന്റെ കാര്യം പറയുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ഈ ചിന്ത വരും. സദക്കയുടെ കാര്യം പറയുമ്പോഴേക്ക്, പള്ളിയുടെ ഫണ്ട് കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴേക്ക് ഇവിടൊക്കെ പിശാച് വന്നിട്ട് ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയപ്പെടുത്തും, ഭീതിപ്പെടുത്തും.
എന്നാൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തും അവനിൽ നിന്നുള്ള ഔദാര്യമാണ്. അതുകൊണ്ട് നൽകൂ എന്നാണ് റബ്ബിന്റെ കൽപ്പന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞായി കാണാം. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അൻഫിഖ് യബ്ന ആദം ഉൻഫിഖ് അലൈക്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. മനുഷ്യ, നീ ചിലവഴിക്ക്, എങ്കിൽ നിനക്ക് വേണ്ടി ചിലവഴിക്കപ്പെടും. പടച്ചോന്റെ അടുക്കൽ നിന്ന് കിട്ടണമെങ്കിൽ നിന്റെ കയ്യിലുള്ളത് ബാക്കിയുള്ളവർക്ക് കൊടുക്കും. അതുകൊണ്ട് വിശാലത നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലഭിച്ച് നൽകാൻ തയ്യാറാവുക. മറ്റൊന്ന്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് ഹജ്ജും ഉംറയുമാണ്. ഹജ്ജും ഉംറയും നിർവഹിക്കുന്നത് ഭൗതികമായ വിഭവങ്ങൾ അധികം ലഭിക്കാൻ കാരണമാകുമെന്ന് ഒന്നിലേറെ ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സാധിച്ചിട്ടില്ലാത്ത ആളുകൾ ഇനിയും അക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആ നിയ്യത്ത് ഹാസിലാകുന്നതിനു വേണ്ടി പടച്ചതമ്പുരാനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് പടച്ചതമ്പുരാന്റെ തൗഹീദിന്റെ കേന്ദ്രം അവിടെ ചെന്നുകൊണ്ട് നടത്തുന്ന ആരാധന, അത് കഴിഞ്ഞാലുമുള്ള നമ്മുടെ ഉപജീവനത്തിൽ ബർക്കത്ത് ലഭിക്കാൻ, അതിൽ വിശാലത ലഭിക്കാൻ കാരണമായി തീരുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ദീനുമായി ബന്ധിതമാണ്, അള്ളാഹുവുമായി ബന്ധിതമാണ് ഈ വിഷയങ്ങളിൽ ഓരോന്നും. അത്തരമൊരു മാനസികാവസ്ഥയും അത്തരമൊരു ജീവിത രീതിയും നമ്മൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതിൽ സംതൃപ്തിയും അതുവഴി സന്തോഷകരമായൊരു ജീവിതവുമാണ് നമുക്കുണ്ടാവുക. അല്ലാത്ത പക്ഷം എത്ര കിട്ടിയാലും ഒരു കടക്കാരനായി, ഒരു ബാധ്യതക്കാരനായി, പ്രയാസം തീരാത്തവനായി ഈ ദുനിയാവിൽ ജീവിച്ചു പോകുന്ന ദുരവസ്ഥയാകും. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം അത് പ്രധാനമായി മാനസിക ഐശ്വര്യമാണ്. അതിന് ഈ പറഞ്ഞ വിഷയങ്ങൾ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് അതുവഴി ഇഹത്തിലും പരത്തിലും റബ്ബിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുന്ന സൗഭാഗ്യവാന്മാരായ അടിമകളിൽ പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കൃത്യമായി നടപ്പാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഉപജീവനം വിശാലമാകാനുള്ള, റിസ്ഖ് വിശാലമാകാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി തന്ന മറ്റൊന്നാണ് മതവിജ്ഞാനത്തിനു വേണ്ടിയുള്ള ഇറങ്ങിത്തിരിക്കൽ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, കാന അഖ്വാൻ, റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. കാന അഖ്വാൻ അലാ അഹദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന അഹദുഹുമാ യഅതി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ആഖർ യഹ്തരിഫു ഫശകൽ മുഹ്തരിഫ് അഖാഹു ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് സഹോദരങ്ങൾ, അതിൽ ഒരാൾ റസൂലിന്റെ മുമ്പിൽ വന്നിരിക്കും, ദീന് പഠിക്കും, മറ്റേയാള് സമ്പാദിക്കാനുള്ള വഴികളിലേക്ക് ഇറങ്ങിത്തിരിക്കും. ഈ സമ്പാദ്യത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച ആള് റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പരാതി പറഞ്ഞു, ഇവൻ പണിക്കൊന്നും പോകുന്നില്ല, ഇവൻ സമ്പാദ്യത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരാതി പറഞ്ഞ മനുഷ്യനോട് പറഞ്ഞത്, ലഅല്ലക തുർസഖു ബിഹി, നിനക്കൂടി ഭക്ഷണം കിട്ടുന്നത് അവൻ കാരണമാണെന്നാണ്. പള്ളി തന്നെ ഇരുന്ന് ജോലിക്ക് പോകാതെ ചടഞ്ഞു കൂടണം എന്നതല്ല ദീനിന്റെ അധ്യാപനം. പക്ഷെ ദീന് പഠിക്കുന്ന, ദീനിനോട് ബന്ധം സ്ഥാപിക്കുന്ന, അതിന്റെ പ്രബോധന മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാത്ത ആളുകൾക്ക് കൂടി റിസ്ക് കിട്ടുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കച്ചവടക്കാരെ, നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പാദ്യത്തിന്റെ കാരണം നിങ്ങളുടെ ബിസിനസിന്റെ തന്ത്രമല്ല, മറിച്ച് ഈ നാട്ടിൽ പരിശുദ്ധ ഇസ്ലാം അതിന്റെ അധ്യാപനങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പണിപ്പെടുന്ന ആളുകളുടെ അധ്വാനത്തിന് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന്റെ ഭാഗമാണ്. അതിൽ പങ്കുചേരാതെ നിങ്ങൾ മാറി നിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിസ്കിന്റെ കൂടി കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പടച്ചതമ്പുരാന്റെ ഔദാര്യം ഉണ്ടാകണം. എന്തു വേണം? ദീന് പഠിക്കുന്ന, ദീന് പഠിപ്പിക്കുന്ന ഒരു സമൂഹം എക്കാലഘട്ടത്തിലും ഉണ്ടായിത്തീരണം എന്നതാണ്. മറ്റൊന്ന് പ്രധാനമായി 10ാമത്തൊരു വിഷയമായി നമുക്ക് ഈ കാര്യത്തിൽ കാണാൻ സാധിക്കും, ദരിദ്രരോടും ദുർബലരോടും ദയുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ വെച്ചു പുലർത്തുക.
കരയുന്നവന്റെ കണ്ണീരിന്റെ ഉപ്പ് തിരിച്ചറിയുക, എരിയുന്ന വയറിന്റെ വേദനകൾ മനസ്സിലാക്കുക. അതില്ലാതെ ഭൗതികതയുടെ കുംഭഗോപുരങ്ങളിൽ ജീവിക്കുന്നവരാണ്, ആസ്വാദനത്തിന്റെ ദന്തഗോപുരങ്ങളിൽ വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ പടച്ചോന്റെ ഔദാര്യം നമുക്ക് കിട്ടില്ല. കുറച്ചു കാലമൊക്കെ ഉണ്ടാകും, പക്ഷെ പോകുന്ന വഴി പിന്നെ തിരിച്ചറിയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് ഇബ്നു സഅദ് റളിയല്ലാഹു പറയാണ്, സഅദ് റളിയല്ലാഹുവിന് ലഭിച്ച സൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ള തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിളുഅഫായിക്കും. ഇമാം ബുഖാരി റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങൾക്ക് റിസ്ക് കിട്ടുന്നതും അള്ളാന്റെ സഹായം കിട്ടുന്നതും നിങ്ങളിലുള്ള ദുർബലത കാരണമല്ലേ? പടച്ചവന്റെ ചോദ്യമാണ്. റോട്ടിൽ കാണുന്ന, കാർ പോർച്ചിൽ കാണുന്ന വിലപിടിച്ച കാറ് കാരണമല്ല അള്ളാന്റെ ഔദാര്യം ഈ ഭൂമിയിൽ ഇറങ്ങുന്നത്. ഭൗതികതയുടെ സുഖങ്ങളിൽ വിരാജിക്കുന്ന ആളുകളെ കണ്ടിട്ടല്ല പടച്ചവൻ ഈ ഭൂമിയിലേക്ക് ബർക്കത്തിറക്കുന്നത്. പിന്നെ അള്ളാനെ സ്നേഹിക്കുന്ന പട്ടിണിപ്പാവങ്ങള്, നേരെ നിൽക്കാൻ പ്രയാസപ്പെടുമ്പോഴും പടച്ച തമ്പുരാന്റെ ദീനെ സ്നേഹിച്ച് ഇബാദത്തിൽ മുഴുകുന്ന ദുആഫാക്കള് റബ്ബേ എന്നവർ ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല എന്നാണ് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാവങ്ങളോടുള്ള കാരുണ്യം, അവർക്ക് നൽകേണ്ടുന്ന പരിഗണന, അത് സമൂഹത്തിൽ മൊത്തത്തിൽ റിസ്ഖിന്റെ വിശാലതക്ക് കാരണമാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാന വിഷയം 11ാമത്തേതായിട്ട് നമുക്ക് എണ്ണി പറയാം, ഹിജ്റയാണ്. അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ട് ലഭിച്ച ഭൗതികമായ സൗകര്യങ്ങളെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം നടത്തുക, അത് പടച്ചോന്റെ റിസ്ക് വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് സഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മക്കയുടെ മണ്ണിനോട് അവർക്കേറെ പ്രിയമുണ്ടായിരുന്നു. ആ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പറഞ്ഞിട്ടുണ്ട് ഹിജ്റയുടെ സന്ദർഭത്തിൽ, മക്കയെ നിന്നോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, ഈ ജനത ആട്ടി ഓടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾ വിട്ടുപോകുമായിരുന്നില്ല എന്ന്. മദീനയിലെത്തിയപ്പോ ആദ്യ ദിനങ്ങളിൽ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും പ്രയാസമൊക്കെ ഉണ്ടായെങ്കിലും അള്ളാഹു അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, വിഭവങ്ങൾ നൽകി അനുഗ്രഹിച്ചു. പിന്നീട് തിരിച്ചു മക്കയിലേക്ക് വരാനും മക്ക ജയിച്ചടക്കാനൊക്കെ അവർക്ക് സാധിച്ചു. ഹിജ്റ അള്ളാഹുവിന്റെ ഔദാര്യം ലഭിക്കുന്ന അതിപ്രധാനമായ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ സഹാബത്തിനെ പോലെയുള്ള അവസ്ഥ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുന്ന സൂറത്തു നിസായിലെ 100ാമത്തെ ആയത്തിൽ വമൻ യുഹാജിർ ഫീ സബീലില്ലാഹി യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആര് ഹിജ്റക്ക് വേണ്ടി പുറപ്പെട്ടോ അവന് ധാരാളമായി വിഭവങ്ങൾ, സൗഭാഗ്യങ്ങൾ അവന്റെ മുമ്പിൽ വന്നെത്തുമെന്നത് പടച്ച തമ്പുരാന്റെ വാഗ്ദാനാണ്. ഞാൻ ജീവിക്കുന്ന മഹല്ലിൽ തൗഹീദ് അനുസരിച്ചുള്ള ജീവിതം പ്രയാസമാണ്. ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ എന്റെ മക്കൾക്ക് മദ്രസ പഠിക്കാൻ, പള്ളിയിൽ പോകാൻ ഒന്നും സംവിധാനമല്ല എങ്കിൽ ശരി, ഞാൻ തൽക്കാലം ഇവിടെ വിറ്റിട്ട് അപ്പുറത്ത് ആ പള്ളിയുടെ അടുത്ത് ഒരു 10 സെന്റ് വാങ്ങി അവിടെ താമസം തുടങ്ങുകയാണ്. എന്റെ ലക്ഷ്യം വാഹന സൗകര്യമല്ല. എന്റെ ലക്ഷ്യം അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഭൗതിക ലാഭം ഉണ്ടാക്കാന്നല്ല, പിന്നെ ദീനനുസരിച്ചുള്ള ഒരു ജീവിതത്തിന് അവിടെ ഒരു വീട് വെച്ചാൽ എനിക്ക് സാധിക്കും. അതാണോ നമ്മളെ പ്രേരിപ്പിച്ചത്? എങ്കിൽ റിസ്കിന്റെ വിശാലതക്ക്, വിഭവങ്ങളുടെ വിശാലതക്ക് അത് കാരണമാകുമെന്നതാണ്. കാരണം അവിടെ നമ്മളെ പ്രേരിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രതിഫലം കൂടുതൽ നേടിയെടുക്കൽ മാത്രമാണ്. ആ നിലക്ക് ത്യാഗത്തിന്റെ വഴി ഏതുണ്ടോ ആ വഴിയെ റബ്ബിന്റെ ഇഷ്ടം കാംക്ഷിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു റിസ്കിന്റെ വഴികൾ തുറന്നു കൊടുക്കുമെന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. നമ്മുടെ യുക്തിയല്ല, നമ്മുടെ തന്ത്രങ്ങളല്ല, നമ്മുടെ സ്കില്ലല്ല, അതൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിലെല്ലാം ഉപരിയായി റബ്ബിൽ നിന്നുള്ള സഹായമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉപജീവനത്തിന്റെ വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നിടപ്പെടുകയുള്ളൂ. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുള്ളൂ. മുമ്പ് പലപ്പോഴും ഇവിടെ പറഞ്ഞ പോലെ ഒരായുസ് മുഴുവൻ 10-35 കൊല്ലം അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ ചിലവഴിച്ചാലും ഒരു കിഡ്നി ഫെയിലറായി കഴിഞ്ഞാൽ മതിവരില്ല സഹോദരങ്ങളെ. അത്ര ദുർബലരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യം, പടച്ച തമ്പുരാന്റെ കാരുണ്യം അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ എണ്ണിപ്പറഞ്ഞതുമല്ലാത്തതുമായ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ വിഷയങ്ങൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം സഹോദരിമാരും ശ്രദ്ധിക്കുക. സലഫുകളുടെ ഭാര്യമാര്
അവരുടെ ഭർത്താക്കൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നൽകിയ ഒരു ഉപദേശം ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൂർവികരായ മഹാത്മാക്കളുടെ ഇണകൾ അവരുടെ ഭർത്താക്കളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പട്ടിണി എത്ര വേണമെങ്കിലും ഞങ്ങൾ കിടന്നുകൊള്ളാം, എങ്കിൽ പോലും ഹറാമിന്റെ ഒരു തരിമ്പും ഇങ്ങോട്ട് കൊണ്ടുവരരുത് കേട്ടോ. ഞങ്ങൾക്ക് ആഹാരം നൽകാൻ, മക്കൾക്ക് ആഹാരം നൽകാൻ ഹറാമിന്റെ ഒരു അംശവും കൊണ്ടുവരരുത്. പട്ടിണിയുടെ വേദന എത്ര വേണമെങ്കിലും ഞങ്ങൾ സഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാണ് പ്രഭാതത്തിൽ സലഫുകളുടെ ഭാര്യമാര് അവരുടെ ഭർത്താക്കളെ യാത്ര അയച്ചിരുന്നത് എന്നതാണ്. ഈ സൂക്ഷ്മതാബോധം കുടുംബിനികളും കാത്തു സൂക്ഷിക്കുക. എങ്കിൽ തീർച്ചയായും ആ കുടുംബത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഇറങ്ങാൻ കാരണമായി തീരും. എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്ക് അത് നിദാനമായി തീരും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും പരിശുദ്ധമാക്കി നാം മുന്നോട്ട് നീങ്ങുക. നമ്മുടെ ഇണകളെയും നമ്മുടെ സന്തതികളെയും ആ രൂപത്തിൽ സംസ്കരിച്ച് തദ്രീബ് നൽകി, സംസ്കരണം നൽകി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നാം പരിശ്രമിക്കുക. റഹ്മാനായ നാഥൻ അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹ്. അല്ലാഹുമ്മ അരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബഹ്. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ. അല്ലാഹുമ്മ اشف مرضاهم وتقبل شهداءهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.